എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. നമുക്ക് എബ്രായ ലേഖനത്തിൽ നിന്നും സങ്കീർത്തനങ്ങളിൽ നിന്നും ചില വാക്യങ്ങൾ ചിന്തിക്കാം. യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാന സംബന്ധിച്ചുള്ള ചില പ്രവചന വാക്യങ്ങളാണ്. 2-ാം സങ്കീർത്തനം അതിൽ പറയുന്ന ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഞാൻ ഒരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. യേശുവിൻ്റെ പുനരുത്ഥാന ശേഷം പിന്നീട് നമുക്ക് പ്രതീക്ഷ യേശുക്രിസ്തു രാജാവായി വരുമെന്നുള്ള പ്രത്യാശയാണ്. ക്രിസ്തുവിൻ്റെ രാജവാഴ്ചയുടെ സമയത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യമാണ്. വിശുദ്ധപർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. യഹോവ യേശുക്രിസ്തുവിനെ സംബോധന ചെയ്യുന്നത് ഞാൻ വാഴിച്ചിരിക്കുന്ന എൻ്റെ രാജാവെന്നാണ്. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഈ വാക്യം പലരും ധരിച്ചിരിക്കുന്നു യേശു ബേത്ലഹേമിൽ ജനിച്ച കാര്യമാണെന്ന്. ഇവിടെ ജനനമെന്ന് പറഞ്ഞിരിക്കുന്നത് യേശുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ചാണ്. പുനരുത്ഥാന ശേഷം വീണ്ടും യേശു ഭൂമിയിലേക്ക് വരുന്നത് ഭൂമിയുടെ രാജാവായിട്ടാണ്. ആ കാലത്തെക്കുറിച്ച് യഹോവ പറയുന്നത്, എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ കൈവശമായും ഭൂമിയുടെ അറ്റങ്ങളെ അവകാശമായും തരും. ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. യേശുക്രിസ്തുവിൻ്റെ ഭരണകാലം ആകുമ്പോഴേക്കും നിലവിലുള്ള എല്ലാ ദുഷ്ടവ്യവസ്ഥിതികളും നീങ്ങിപ്പോവുകയും നീതിയും ന്യായവും സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന ഒരു ഭരണകൂടം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുകയും ചെയ്യും എന്നുള്ളതിൻ്റെ ഉറപ്പാണ് ഈ സങ്കീർത്തന ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു വേദഭാഗം നമുക്ക് പരിശോധിക്കാം. അപ്പോസ്തലപ്രവൃത്തിയിൽ നിന്നാണ്. 13:32-33. ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് 2-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഇനി ദ്രൗതത്തിലേക്ക് തിരിയാത്ത വണ്ണം അവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതിനെ കുറിച്ച് അവൻ, ദാവീദിന്റെ സ്ഥിരമായുള്ള വിശുദ്ധ കൃപകളെ ഞാൻ നിങ്ങൾക്ക് നൽകും എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ദൈവം പിതാക്കന്മാരോട് ചെയ്തിരിക്കുന്ന വാഗ്ദത്തം യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് 2-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം വായിച്ച സങ്കീർത്തനവും ഈ വേദഭാഗവും ഒരേ വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത്. യേശു പുനരുത്ഥാനം ചെയ്ത വിധത്തെക്കുറിച്ചാണ്. വീണ്ടും അവൻ ദ്രവത്വത്തിലേക്ക് തിരിയാതിരിക്കേണ്ടതിന് യേശുക്രിസ്തു അമർത്യതയിലുള്ള പുനരുത്ഥാനമാണ് പ്രാപിച്ചത്. ഇനി യേശുക്രിസ്തുവിന് മനുഷ്യനായി ഭൂമിയിൽ വരാനോ മരണം വരിക്കുവാനോ സാധ്യമല്ലാത്ത അവസ്ഥയിൽ ആത്മശരീരത്തിൽ യേശുക്രിസ്തു ആയിത്തീർന്നിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവനോ ദ്രവത്വം കണ്ടില്ല എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു മരണത്തിൻ്റെ പിടിയിൽ 2 അതിൽ കൂടുതൽ സമയങ്ങൾ മാത്രമേ ഇരുന്നിട്ടുള്ളൂ എന്നാണ്. അതിനു മുമ്പേ
3 ദിവസം തികയുന്നതിന് മുമ്പേ തന്നെ യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്തു എന്നാണ്. അപ്പോൾ ദ്രവത്വം കണ്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥമാണ്. യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ കർത്താവിന് ദൈവം നൽകുന്ന അവകാശങ്ങളും അധികാരങ്ങളും മുഴുവൻ മാനവരാശിയുടെയും അനുഗ്രഹത്തിനായി തീരുമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത്. എബ്രായ ലേഖനത്തിൽ നിന്ന് നമുക്കൊരു വാക്യം വായിക്കാം. എബ്രായ ലേഖനം 1-ാം അധ്യായം 5-ഉം 6-ഉം വാക്യങ്ങൾ. നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കുമെന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും പലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് താൻ അരുളി ചെയ്യുന്നു. നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഈ പ്രയോഗം 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. യേശുക്രിസ്തു അമർത്യനായി പുനരുത്ഥാനം പ്രാപിക്കുമ്പോഴും പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തിന് യാതൊരു മാറ്റവുമില്ല. യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ തന്നെയാണ് ഇപ്പോഴും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? യേശുക്രിസ്തുവിന് മാത്രമുള്ള ഒരു പദവിയാണ്. യേശു ദൈവത്തിൻ്റെ ഏകജാതനാണ്, ആദ്യജാതനാണ് എന്നുള്ള പദവി. ആദ്യജാതൻ എന്ന് പറയുന്നത് മരിച്ചവരിൽ ആദ്യജാതൻ എന്നുള്ള അർത്ഥത്തിലാണ്. ഏകജാതൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പിതാവായ ദൈവത്തിന് ആണും പെണ്ണുമായിട്ട് ഒരു പുത്രനേയുള്ളൂ എന്നുള്ളതാണ്. അപ്പം ഈ പുത്രനെ, ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ 1-ാം വരവിൽ സകലമാനവരും ദൂതന്മാരും അവനെ നമസ്കരിച്ചു കൊള്ളണം എന്ന് ഒരു തീർപ്പുള്ള കൽപ്പന യഹോവ പുറപ്പെടുകയും ചെയ്തു. പക്ഷെ 2-ാമത്തെ വരവിൽ സ്ഥിതി മാറും എന്നുള്ളതാണ്. യേശുവിൻ്റെ 2-ാം വരവിൽ ഭൂമിയുടെ ഭരണഭാരം കൈയേറ്റ് അവൻ വാഴ്ച ആരംഭിക്കുമ്പോൾ എന്തു ചെയ്യണം? മനുഷ്യന് മാത്രമല്ല, ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്നും അരുളി ചെയ്യുന്നു. ഈ പദവി കർത്താവിൻ്റെ 2-ാം വരവിൽ ലഭിക്കുന്ന പദവിയാണ്. അപ്പോൾ യഹോവയായ ദൈവത്തെ ആരാധിക്കുന്നത് പോലെ തന്നെ സ്തുതിയും മഹത്വവും ബലവും കർത്താവിനും കൊടുത്തുകൊള്ളണമെന്നാണ് യഹോവ ഇവിടെ കൽപ്പിക്കുന്നത്. പിന്നെ മറ്റൊരു വേദഭാഗത്ത് പറയുന്നുണ്ട്, പിതാവായ ദൈവം തൻ്റെ പുത്രനെ ദൈവമെന്ന് സംബോധന ചെയ്യുന്നു. ദൈവമേ നിന്റെ ദൈവം എന്ന് പറയുന്നു. 8-ാമത്തെ വാക്യത്തിൽ പുത്രനോടോ ദൈവമേ നിന്റെ ദൈവം, നിന്റെ സിംഹാസനം എന്നേക്കുമുള്ളത്, നിന്റെ രാജത്വത്തിൻ്റെ ചെങ്കോൽ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കുകയാൽ ദൈവമേ നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം
ദൈവമേ എന്ന് വിളിക്കുക. അപ്പൊ യേശുവിനെ ദൈവം എന്ന് വിളിച്ചതുകൊണ്ട് പിതാവായ ദൈവത്തിന്റെ പദവിക്ക് യാതൊരു കുറവുമില്ല. പിതാവായ ദൈവം കഴിഞ്ഞാൽ ദൈവം എന്ന് വിളിക്കാൻ യോഗ്യതയുള്ളവൻ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ആ കാര്യമാണ് ഇവിടെ ഉറപ്പിക്കുന്നത്. നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇവിടെ നിന്റെ കൂട്ടുകാരിൽ പരമായിട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തുവിൻ്റെ കൂട്ടുകാര് എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാം സഭയെ സംബന്ധിച്ചാണ്. ശരീരം, ശിരസ്, ഇവ രണ്ടും ചേർന്ന് ക്രിസ്തു എന്നുള്ള അർത്ഥത്തിൽ സഭയുടെ ശിരസാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു ശിരസായിരിക്കെ ദൈവത്തിൻ്റെ ഏകജാതനാണ് എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഏകജാതൻ എന്നുള്ള പദവി യേശുക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ. സഭയ്ക്ക് പോലും ആ പദവിയില്ല. അതുകൊണ്ടാണ് നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വേദപുസ്തകത്തിലെ ഈ വാക്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ, അതിൽ നമുക്ക് കിട്ടുന്ന ആശയങ്ങൾ പരസ്പരം വിരുദ്ധമായിരിക്കാൻ പാടില്ല. ക്രിസ്തുവിൻ്റെ ഒന്നാം വരവിൽ ദൈവം ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്, രണ്ടാമത്തെ വരവിൽ ദൈവം നടത്തുവാൻ പോകുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ള തിരിച്ചറിവുകൾ വഴി നമ്മൾ വേദപുസ്തകം പഠിച്ചാൽ മാത്രമേ നമുക്ക് കൃത്യമായ ഒരു ഐഡിയ കിട്ടുവാനും ദൈവവചനത്തിൽ വിശ്വാസം ഉറപ്പിക്കാനും സാധിക്കുകയുള്ളൂ. ഇത്രയും അതുകൊണ്ട് വിഷയം അവസാനിപ്പിക്കും.